സൺഡേ ഷാലോമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഫാദർ പ്രേം തോമസ് ചൂരക്കൽ CMI. ഇന്ന് നാം ചാന്ത മിഷനിലെ സിസ്റ്റർ സ്റ്റെഫനി DM ഡോട്ടേഴ്സ് ഓഫ് മേരി എന്ന സഭാംഗമായിരിക്കുന്ന സിസ്റ്ററിനെയാണ് പരിചയപ്പെടുക. സിസ്റ്റർ 1962 സിസ്റ്ററായിട്ട് വെസ്റ്റേഷൻ നടത്തി. അതിനുശേഷം BEd പഠിച്ചു. BEd കോളേജിൽ ടീച്ചറായിട്ട് ജോലി ചെയ്തു. അത് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ഉടനീളം അനേകം മക്കൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചു. അതിൻ്റെ വലിയ ചാരിതാർത്ഥ്യത്തിലാണ് സിസ്റ്റർ സ്റ്റെഫി ഉള്ളത്. ഞാൻ അവിടെ കേരളത്തിലായിരുന്നു. ഇപ്പം തണ്ടിത്തോടെന്നും പറഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നു. അത് വനമാണ്. വനത്തിൽ കൂടെ പോയി കയറേണ്ടതാണ്. അടുത്ത് എല്ലാ ഭാഗങ്ങളും എന്തെങ്കിലും പ്രശ്നം കൊണ്ട് കുടിയേറി പാർക്കുന്നവരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രാവശ്യം ഇങ്ങനെ പേപ്പറിൽ കണ്ടു, അവിടുത്തെ സ്കൂളിൽ 10ാം ക്ലാസ് വരെയുണ്ട്. ഒറ്റ കുഞ്ഞുങ്ങൾ പോലും 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. ഇപ്പോൾ മാനേജ്മെൻറ്റ് സ്കൂളിൽ ഒരു കൊച്ചും പാസ്സാകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് കറസ്പോണ്ടൻസിനോട് പറഞ്ഞു, വെച്ചാൽ അങ്ങനെയുള്ളടത്ത് എനിക്ക് പ്രവേശനം വിടാമെന്ന് ചോദിച്ചു. അപ്പോൾ അച്ഛനെ ഏതായാലും അതിൻ്റെ ഇതെടുത്ത് എന്നെ വിട്ടു കഴിഞ്ഞ് അവിടെ ചെന്നപ്പം 3-4 ഇടവകയുണ്ട്. മിഷൻ ഇടവക നല്ല തീരഭാഗങ്ങൾ പറഞ്ഞ എല്ലാ ഭാഗങ്ങളാണ്. അവിടെ ഞങ്ങളിങ്ങനെ പോകുമായിരുന്നു. എല്ലാ വീടുകളിൽ നിന്നാണ് ഞാൻ പോകുമായിരുന്നു. 3 മിഷൻ ഉണ്ടായിരുന്നു. തേക്കുതോട്, മണ്ണിറ, പിന്നെ തണ്ണിത്തോട്. 3 മിഷൻ ഞങ്ങൾ സിസ്റ്റേഴ്സുമാർ പുറത്തു. അവർ സിസ്റ്റേഴ്സിനെ ആദ്യമായിട്ട് ഞങ്ങളെ കാണുന്നത്. അവിടെ വീടുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു അനുഭവമായിരുന്നു. നമ്മുടെ സ്വന്തം വീട് പോലെ നമ്മളെ അതുപോലെ നമുക്കും അതുപോലെ തന്നെ. ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം സിസ്റ്ററിനെ സ്റ്റെഫനി അമ്മ എന്നാണ് വിളിക്കാറ്. കളിയാക്കി അല്ലെങ്കിൽ തമാശ രൂപേണ സ്റ്റെഫനി അമ്മ എന്നും വിളിക്കാറുണ്ട്. എല്ലാ മഠങ്ങളിലും ഏറ്റവും ആർക്കൊക്കെ ആവശ്യമുണ്ടോ, സഹായങ്ങൾ ആവശ്യമുണ്ടോ, അവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് സിസ്റ്റർ ഓടിയെത്താറുണ്ട്. 1997 സിസ്റ്റർ ചാന്ത മിഷനിലേക്ക് വരിക. റിട്ടയർഡ് ആയതിനു ശേഷം കേരളത്തിൽ തൻ്റെ സുദീർഘമായ സേവനത്തിന് ശേഷം റിട്ടയർ ആയതിനു ശേഷമാണ് ചാന്തയിലേക്ക് വന്നത്. അങ്ങനെ ഇവിടെ വന്നതിന് ശേഷവും ഇതേപോലെ മറ്റു മഠങ്ങളിൽ സഹായങ്ങൾക്കായിട്ടും, അതുപോലെ ദുർഗാപൂർ എന്ന ഒരു സെൻറ്റ് മേരീസ് സ്കൂൾ, അവിടെയാണ് സിസ്റ്റർ അധികകാലം ജീവിച്ചതും. വില്ലേജേഴ്സിനോട് ഒത്തിരിയേറെ സ്നേഹത്തോടും സഹാനുഭൂതിയോടും കൂടി സിസ്റ്റർ എപ്പോഴും പ്രവർത്തിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും ആ ഇടവകയിൽ 2007 ജോലി ചെയ്യുമ്പോൾ സിസ്റ്റർ ആ മഠത്തിലുണ്ടായിട്ടുണ്ട്. വളരെ ഭക്തിയിലും വിശ്വാസത്തിലും ഈ ആളുകളെ വളർത്തുന്നതിനായിട്ടും നമുക്കറിയാം ചാന്തയിൽ പുതിയ ക്രിസ്ത്യാനികളാണ് കൂടുതലായിട്ടുള്ളത്. അവരെ വിശ്വാസത്തിൽ വളർത്താനൊക്കെ ആയിട്ട് ഈ സിസ്റ്ററിൻ്റെ സജീവ സാന്നിധ്യം എപ്പോഴും എനിക്കും അനുഭവവേദ്യമായിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ ലളിതമായ ജീവിതശൈലിയോട് കൂടിയ ഈ ജീവിതം നമുക്കെല്ലാവർക്കും, എല്ലാ വിശ്വാസികൾക്കും, സമർപ്പിതർക്കും, സന്യസ്തർക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.